ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. സിക്കന്ദർ, സൽമാൻ ഖാൻ്റെ കാട്ടപരാധം പടം, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാട്ടപരാധം പടമാണ് സിക്കന്ദർ എന്ന് പറയുന്നത്. നമ്മുടെ മുരുകദാസ് അണ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എൻ്റെ അണ്ണ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, ഒരു കാര്യമില്ലാതെ. ജവാൻ, നിങ്ങൾക്ക് ഷാറുഖ് ഖാനെ വെച്ചിട്ട് ജവാൻ എടുത്തത് കണ്ടപ്പോൾ മുതൽ പല എന്താ പറയുക സൗത്ത് ഡയറക്ടേഴ്സും ചെന്ന് ബോളിവുഡ് സ്റ്റാർസിനെ, സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് AR മുരുകദാസ് എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാട്ടപരാധം പടം. ശങ്കർ ഇതിനു മുന്നേ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ശങ്കർ ഒരു സിനിമ കൊണ്ടുവന്നായിരുന്നു. അതിൽ കുറേ പോർഷൻസ്, കുറേ റീൽസ് പോലെ കുറേ പോർഷൻസ് എടുത്ത് വെച്ച് അങ്ങ് പോവുക. ഒരു പടപടയെന്ന് പോകുന്നൊരു ഇതാണ്. എക്സാക്ട്ലി അതേ ഫോർമാറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നൊരു സിനിമ. ഒരു എന്താ പറയുക, ഒന്നിനും കൊള്ളത്തില്ല. പക്ക വേസ്റ്റ് പടം. നെറ്റ്ഫ്ലിക്സിൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. പക്ഷെ പക്ക വേസ്റ്റ്. ഒരു രാജ്കോട്ടിലെ രാജാവും ഒരു റാണി സാഹിബയായിട്ട് വരുന്ന നമ്മുടെ എന്താ പറയുക, ക്യൂട്ട്നെസ് മെഴുകുന്ന രശ്മിക മന്ദാന. പറയാതിരിക്കുക, ഇത് ഹിന്ദി സിനിമകളുടെ കാലം. ഞാൻ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ട്, സത്യം പറഞ്ഞാൽ ഈ വർഷം കണ്ടതിൽ, ഹിന്ദി സിനിമ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിം ഡിപ്ലോമാറ്റ് മാത്രമാണ്. ബാക്കി ഈ സിക്കന്ദർ എന്ന് പറയുന്നത് എന്ത് വേസ്റ്റ് പടമാണെന്നറിയോ. ഞാൻ പ്രതീക്ഷിച്ചു, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു, ഓക്കെ കുറച്ചൊക്കെ ബെറ്റർ ആയിരിക്കും, കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൽമാൻ ഖാൻ പടമായിരിക്കും. കാരണം നിങ്ങൾക്ക് സൽമാൻ ഖാന് സത്യം പറഞ്ഞാൽ എണീറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലായി എങ്ങനെ. കാരണം പുള്ളിയുടെ ശരീരവും പുള്ളിയുടെ വീഡിയോസും ഈ യൂട്യൂബിലൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ട് പുറത്ത് പോകുന്നതൊക്കെ, ഒരു രക്ഷയില്ലെന്നേ, ഒന്നിനും കൊള്ളത്തില്ല. അങ്ങേർക്ക് പണ്ടത്തെ ഇതൊക്കെ പോയി, പ്രായമായി എണീറ്റ് നടക്കാൻ പോലും വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതേ രീതിയിലാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനം മുഖത്ത് വരത്തില്ല. ഒരു കരയുന്ന സീനൊക്കെ ഉണ്ട്, എന്തോന്ന് കാണിച്ച് വെച്ചേക്കുന്നത്. അങ്ങേർക്കും കൂടെ വേണ്ടി ബാക്കിയുള്ളവരാണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കരയാതെ ബാക്കിയുള്ളവരാണ് ആ സിനിമയ്ക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാമല്ലോ, പക്കാ വേസ്റ്റ് പടം. ഇതിനെക്കുറിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല. വേസ്റ്റ് പടം. ഭാര്യയുടെ റാണി സാഹിബയ്ക്ക് ഒരു അപകടം പറ്റി, റാണി സാഹിബ മരിക്കുന്നതിന് ശേഷം കണ്ണ് ദാനം ചെയ്യുന്നതും, അല്ലെങ്കിൽ 3 അവയവങ്ങൾ ദാനം ചെയ്യുന്നതും, അതിനുശേഷം ആ ദാനം ചെയ്തവരെ പോയി സഹായിക്കുന്നതും ഒക്കെയാണ് പടം. എന്നിട്ട് അവസാനം കൊണ്ടുവന്ന് ടെററിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. പടം വെറും വേസ്റ്റ്. കാശിന് കൊള്ളത്തില്ല. ആ പരിസരത്തോട്ട് പോകണ്ട. നെറ്റ്ഫ്ലിക്സിൽ തുറക്കുമ്പം ഈ ഒരു സിനിമയുടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തുറക്കരുത്, ഓണാക്കരുത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് വേസ്റ്റ് പടം. 2-3 ദിവസം എടുത്ത് ഞാൻ ആ സിനിമ കണ്ടു തീർക്കാനായിട്ട്. അപ്പം എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.